നീ എപ്പ വന്നീനും ഞാനു ഞാനിപ്പോ ഇങ്ങ് വന്നിട്ടേ ഉള്ളു. അപ്പൊ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങ് ഇറങ്ങിയതാണ്. എന്നെല്ലാം ആർക്കായി കണ്ടപ്പ എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? അങ്ങനെ പോന്ന്. എനിക്ക് സുഖം തന്നെയല്ലേ? ഓ, എനിക്ക് സുഖം തന്നെ. കുട്ടികളെല്ലാം ഉണ്ടല്ലോ നാട്ടില്? എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെയൊന്നും കൊണ്ടുവരാൻ നമുക്ക് ആരുമില്ല. അവരോരോരു കൂട്ടത്തിന് പോയിട്ടേ നമ്മളിങ്ങോട്ടേക്ക് വരണമെന്ന് പറയുമ്പോ അവർക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാണ്. എല്ലാരും തിരിയും അങ്ങനെയാ. ഇവിടെയുണ്ട് മക്കള് പറഞ്ഞിട്ട് എന്നാ വേണ്ടി ഒരു കൊല്ലാറ്റായി എന്നെ കൂട്ടി പുറത്തു പോയിട്ട്. സൗദു, നീ കള്ളം പറയണ്ട കേട്ടാ. നീ ചുണ്ടിന് ചായം തേച്ച് പെട്ടിയും തൂക്കി പോകുന്നതേ എന്റെ മരുമകൻ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അത് കുട്ടികള് കൂട്ടൂല എന്നെല്ലാം പറഞ്ഞിട്ട് അവരങ്ങ് മേലെ പോയായിരുന്നു. ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് റെഡി ആയിട്ട് ഞാൻ പോയി കളയാന്ന്. അല്ലേ കൂട്ടൂലേനു. നിന്റെ പോലത്തെ ഇങ്ങനത്തെ കുണ്ടാമണ്ടി കൂട്ടമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ ചവിട്ടി ഒരു മൂലക്ക് ഇടുന്നല്ലാണ്ട് എന്നെ ആരും എവിടെയും കൊണ്ടുപോകുന്നില്ല. എന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇല്ലാന്നും പറഞ്ഞൂടാ. അവർക്ക് മക്കള് ഓനെപ്പോ ഇങ്ങനെ അങ്ങനെ എന്നെ വയറ്റി പുറത്ത് പോക്കാം. അവൻ പിന്നെ അവിടെ ഇവിടെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരണ്ടേ നിന്നെ കൂട്ടി കൊണ്ടുപോവാൻ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്നുള്ളതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്റെ മോനാ? പിന്നല്ലാതെ എന്റെ മോനാ. എന്റെ മോനാ? അത് എന്റെ മോനല്ലേ? എന്റെ മകൻ എന്തൊരു കുഴപ്പോ? എന്റെ മകൻ നല്ല സൂപ്പർ മകനാ. ആന്നല്ല, എന്റെ മോനൊന്നല്ല. എന്റെ മോൻ കുടിക്കലേ ഇല്ല, കുടിയേ ഇല്ല. ഇപ്പം തന്നെ ഞാൻ കണ്ടിട്ടേ ഉള്ളു അവൻ കൊണ്ട് ചെക്കന്മാരുടെ കൂടെ ഇവിടെ കുപ്പിയും തിരകിയിട്ട് അങ്ങ് പോണത്. പിന്നെ അവൻ പിന്നെ അത് കുപ്പിയും കൊണ്ട് കളിക്കാൻ പോണത്. എന്റെ മോൻ പട്ടാളക്കാരൻ്റെ അടുത്ത് നിന്ന് കുപ്പിയെല്ലാം വാങ്ങിക്കൊണ്ടുപോയി ചാക്ക് കെട്ടിയിട്ട് കുപ്പിയെല്ലാം കൊണ്ടുപോയിട്ടെന്ന് പറയുന്നത്. നിറച്ചും കുടിച്ചിട്ട് കുപ്പി കൊണ്ടുപോയിട്ടാന്ന് അവര് പറയുന്നു. മാധു പറഞ്ഞു എന്നോട്. മാധുവിന് ഭ്രാന്ത് തലക്ക്. എന്റെ വീടിന്റെ അവിടെയുള്ള കുപ്പിയാ. അതെന്റെ പേരമകൾക്ക് വരക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട കുപ്പിയാണല്ല. വാങ്ങിക്കൊണ്ടുവന്നും കൂടി കണ്ടിരുന്ന മാധു പറഞ്ഞത്. മാധുവിന് പിന്നെ വേറെ പണിയൊന്നും ഇല്ല. അവള് വേറെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കല്ലേ. അവളുടെ വീട്ടിലെ കാര്യം ആദ്യം നോക്കട്ടെ. മാധു പറഞ്ഞു അത്ര. മര്യാദക്ക് പണിക്കെല്ലാം പോയി കുടുംബം നോക്കുന്ന എന്റെ മോനെ കൊണ്ടല്ലേ അപ്പ ഇങ്ങനെയെല്ലാം പറയുന്നത്. നീയല്ലേ ആദ്യം എന്റെ മോനെ പറ്റി പറയാൻ തുടങ്ങിയത്. ഇത് സമയത്ത് ഇന്നായിട്ടാ കയറി ഇന്ന് വരുന്നത്. എന്റെ മോന്റെ കുറ്റം പറയും. നീയാണ് ആദ്യം എന്റെ മകനെ പറ്റി പറയാൻ തുടങ്ങിയത്. എന്റെ മകൻ കുടിക്കാൻ പോകാറുണ്ട്, കുപ്പിയും കൊണ്ടുവരാറുണ്ട്, എന്റെ വീട്ടില് കുപ്പിയുടെ എല്ലാരും പറഞ്ഞു. മാധു പറഞ്ഞല്ലേ എന്നോട്? നിനക്ക് മാധു പറഞ്ഞത് വിശ്വാസം ഞാൻ പറയുന്നത്. എന്റെ വീട്ടിനെ പറ്റി ഞാനല്ലേ പറയാ, അല്ല മാധു ആണ് പറയാ. രാവിലെ എന്നെ മതിയാക്ക്. നിങ്ങൾ ഈ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് രണ്ടാളും കൂടെ വർത്താനവും പറയും, അടിയും ഉണ്ടാക്കും. അടിയും കൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും. 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. രാവിലെ എന്നെ കയറിയിട്ട് ഇന്ന് വന്നിന്. അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരുന്നില്ല. അല്ലെങ്കിൽ എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല.